കടുക് ബെസ്റ്റ്. അത് നല്ല സുഖമുള്ള കൃഷിയല്ലേ. കടുക് അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കടുകിൻ്റെ ചപ്പാന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ. അതാരും കേൾക്കാത്തൊരു സംഭവമാണ് കടുകിൻ്റെ ചപ്പ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഞങ്ങൾ ഇന്നുള്ളത് ഒരു വ്യത്യസ്തനായ കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. നിരവിൽപ്പുഴ മട്ടിലേത്താണ് ഈ കൃഷിയിടമുള്ളത്. ജനാർദ്ദനൻ എന്നാണ് ഈ കർഷകൻ്റെ പേര്. ഇദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു കർഷകനാണ് എന്ന് പറയാനുള്ള കാരണം, വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും കൃഷിയെക്കുറിച്ച് ഒരു ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം എന്ന് തന്നെ പറയാം. ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമുക്ക് പാടവും പറമ്പിലൂടെ പ്രേക്ഷകർക്കായിട്ട് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ കൃഷി അറിവുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, വളരെ വലിയ കൃഷി അറിവുകളാണ്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ കൃഷിയിടത്തോട് ചേർന്ന് ഒരു കട കൂടി കൊണ്ടുവന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ തൻ്റെ കൃഷിയിടത്തിലെ ഉൽപ്പന്നങ്ങൾ ഈ കടയിലൂടെ അദ്ദേഹം വിറ്റഴിക്കും, വേറെ എവിടെയും കൊടുക്കില്ല. ഇവിടെ കൃഷി ചെയ്യുന്നു, അതിവിടെ ആളുകൾക്ക് വേണമെങ്കിൽ കൃഷിയിടത്ത് നേരിട്ട് വന്ന് വാങ്ങാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ ഒരു കച്ചവട സ്ഥാപനത്തിലൂടെ അദ്ദേഹം അത് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം ഇന്ന് പാടവും പറമ്പും എപ്പിസോഡിലൂടെ. അപ്പോൾ പോകാം ജനാർദ്ദനേട്ടൻ്റെ കൃഷിയിടത്തിലേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജനാർദ്ദനേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ജനാർദ്ദനേട്ടാ, എങ്ങനെയാണ് ഒരു കൃഷി, എങ്ങനെ ഈ കൃഷീൻ്റെ പുറകെ എങ്ങനെ നടക്കുന്നത്? കുറേ കാലമായിട്ടുണ്ടോ കൃഷിയോടുള്ള താല്പര്യം? അത് മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ ജീവിതം. അതെ, പക്ഷേ ഇതിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ അത്യാവശ്യ കാര്യം നടന്നു പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിലുള്ള പച്ചക്കറി കടക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഷെഡ് കണ്ടു. ആ ഷെഡിലാണ് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ വിൽക്കുന്നത്. അവിടെയാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാ ഈ സാധാരണ പച്ചക്കറി കടകളിലെ പോലെയാണോ വിൽപ്പനയും കാര്യങ്ങളും? അല്ലല്ല, അത് ഒരുപാട് വ്യത്യാസമുണ്ട്. അതെന്താ? 1 കിലോ ചോദിച്ചാൽ 100 നമ്മൾ കൊടുക്കണം. ഉണ്ടാക്കുന്ന സാധനം കറക്റ്റ് അളവൊന്നുമില്ല, അങ്ങനെയുള്ള കറക്റ്റ് പോയിന്റിലുള്ള. അപ്പോൾ 200 രൂപ സാധനത്തിൻ്റെ പച്ചക്കറി മേടിച്ചാൽ ചിലപ്പോൾ 220 രൂപ സാധനം മേടിച്ചാൽ 200 അവർ തരുള്ളൂ. നമ്മളതിൽ തൃപ്തനാണ്. അത് മതി. അതുകൊണ്ട് അങ്ങനെയങ്ങ് നീക്കിക്കൊണ്ടുപോകുന്നൊരു സംഭവമാണ് കൃഷിയല്ലേ. അപ്പോൾ ഈ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മൾ ചെറുപ്പം മുതലേ കൃഷിയിലാണ്. അതിലൊന്നും കിട്ടൂല, എല്ലാം താഴോട്ട് തന്നെയായിരിക്കും. എന്നാലും വീണ്ടും ചെയ്യും. ആ കൃഷി മടുക്കുന്നില്ല. ഇല്ല, അതുകൊണ്ട് അങ്ങനെ അങ്ങ് അത്യാവശ്യം ജീവിച്ചു പോകും. അത് അതാണ് എൻ്റെ. അതെ, പിന്നെ ഇതൊരു സുഖമുള്ളൊരു പരിപാടിയാണ് കൃഷി. അതിങ്ങനെ നോക്കുക, വളർത്തുക. അത് 10-50 വയസ്സായില്ലേ, ഇനിയിപ്പോൾ വേറൊന്നിനും ഇട്ട് നടക്കുകയല്ലോ. അതെ, ഈ ചെറുപ്പം മുതലേ ഈ കൃഷിയിലൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ചെറുപ്പം മുതലേ, നമ്മളച്ഛൻ്റെ കാലം മുതലേ കൃഷി തന്നെയാണ്. അങ്ങനെ കൃഷിയും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വാഴക്കൃഷിയിലേക്ക് പോയി. അപ്പോൾ സ്വന്തം വയലൊക്കെയാണ്? സ്വന്തം വയലുണ്ട്, ഇത് പാട്ടം വയലാണ്. അപ്പോൾ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ പാട്ടത്തിന് വയലെടുത്തിട്ടാണ് അല്ലേ? അത് നമ്മൾ തൊണ്ടനാട് പഞ്ചായത്തിൽ ഇത് സ്ഥലം കറക്റ്റ് എങ്ങനെയാ പറയാ, പേരെങ്ങനെ? മട്ടിലയം. തൊണ്ടനാട് പഞ്ചായത്താണ് മട്ടിലയം സ്ഥലം. അതെ. അപ്പോൾ ഈ മട്ടിലയത്തിലൂടെ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ അവർക്ക് എന്താ പറയാ, അതെ, അധികം രാസവളമൊന്നും ഇല്ലാത്ത. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ മൊത്തം ജൈവമാണ്. ആർക്കും വിശ്വസിച്ച് വാങ്ങാം. രാസവളം ഉപയോഗിക്കില്ല. എന്തൊക്കെയാണ് ജൈവവളങ്ങളിൽ ഉപയോഗിക്കുക? ഇതേ പിണ്ണാക്കും ചാണകവും കൂടി കലക്കി വെക്കുക. പിണ്ണാക്കും ചാണകവും? ആ കൂട്ടിൻ്റെ ഒരു ഇതെന്താ, അതെങ്ങനെ എവിടെ നിന്ന് കിട്ടി ഈ പിണ്ണാക്കും ചാണകം? നമ്മൾ എവിടെ? അത് നേരത്തെ മുതലേ നമ്മൾ പാവൽ നാളിലും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. പിണ്ണാക്കും ചാണകവും കൂടി കലക്കി ഇതിന് ഒഴിച്ചു കൊടുക്കുക. മോട്ടർ വെച്ച് നനച്ച് കളഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊന്നും പിടിക്കില്ല, അടിയിലേക്ക് ഇറങ്ങി. നമ്മൾ ഒഴിക്കുമ്പോൾ ഇത്തിരി കൊഴുത്തായിരിക്കും ഒഴിക്കുക. അത് വെച്ച് അതേപോലെ തന്നെ മോട്ടർ വെച്ച് അടിച്ചു പോകുമ്പോൾ മണ്ണിൽ മൊത്തം എന്ത് ചെയ്തു കിട്ടി. പിറ്റേന്ന് നോക്കും ചെടിയെല്ലാം നല്ല ഉഷാറായിട്ട് എന്തുണ്ടാവും, വളർന്നുണ്ടാവും. ഓരോ ദിവസം കഴിയുന്നതും മാറ്റം. ഇപ്പം നമുക്കിവിടെ ചീരയാണല്ലേ? ചീര, പയറ്, ഇതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ചീരയും പയറും. നമുക്ക് ഈ ചീര കൃഷിയിലേക്ക് വന്നാലേ,
ഈ ചീരകൃഷി ഒരു കൃഷി രീതി എങ്ങനെയാണ്? നമ്മൾ ആ വിത്ത് ഇടുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിത്ത് എന്താ പറയുക ഇട്ട് അത് പൊടിച്ച് ഒരുമാതിരി 2 ഇല ആകുമ്പോൾ തന്നെ 2-3 ഇല ആകുമ്പോൾ നമ്മൾ പറിച്ച് കിടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പൊട്ടിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴേ ഈ ചീരേൻ്റെ വിത്ത് ഇടുമ്പോൾ അത് ഉറുമ്പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ അതെന്ത് ചെയ്യാം? നമ്മൾ വിത്തിട്ടിട്ട് നനച്ച് മൂടി ഇവിടെ വെക്കുക. ഒരു 3 ദിവസം മൂടി വെക്കുക. എങ്ങനെ ഷീറ്റ് ഇട്ട് മൂടി? ഷീറ്റോ ഇട്ട് മൂടി വെച്ചാൽ ഈ തണുപ്പിൽ എന്ത് ചെയ്യും, ഈ നനച്ചാൽ തണുപ്പ് വിടൂല. അപ്പോൾ അതിൽ 3-ാം ദിവസം പൊടിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്നും നശിപ്പിക്കും. പിന്നെ അങ്ങനെ കൊണ്ടുപോകില്ല. പിന്നെ ഒരു എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ നനയും. നമ്മൾ നോക്കുമ്പോൾ ഇരിക്കും. നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ എന്ത് ചെയ്യും, വളർന്നു വരും. അതാണ് എൻ്റെ. നമുക്കിപ്പോൾ ഒരു ചീര വിത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് അത് വിളവ്, നമുക്കൊരു പാകം ഉണ്ടല്ലോ, അത് ഒരു മാസം വേണ്ട, 20 ദിവസം കൊണ്ട് എടുക്കാം. 20 ദിവസം കൊണ്ട് ചീര വെട്ടിയെടുക്കാം, വരുമാനം കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ചീര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം നമുക്കതിനൊന്ന്? 2 മാസം എടുക്കാം. 2 മാസം വെട്ടിക്കൊണ്ടേ ഇരിക്കാം. 2 മാസം വെട്ടിക്കൊണ്ടേ. അതിൻ്റെ ഒരു കാലാവധി എങ്ങനെ? നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ മുറിച്ചു, ഇന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ 4-ാം ദിവസം മുട്ടും. 4 ദിവസം അപ്പോഴത്തേക്ക് ഇത് വളർന്നു വരുമോ? വളർന്നു വരും. നമ്മൾ പക്ഷേ അതിന് ഇതുപോലെ പിണ്ണാക്കും ചാണകം കൊടുക്കണം. അതാണ് അതിൻ്റെ. ഭക്ഷണം കിട്ടിയാലേ നമ്മളും വളരുമല്ലോ. ഇല്ലേ വളരുമല്ലോ, അതിന് കൊടുക്കുന്നതനുസരിച്ച് അത് തരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയും കാണാത്തൊരു സാധനം ഞാനിവിടെ കണ്ടു, കടുക് ബെസ്റ്റ്. എന്താ ഈ കടുക് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? അത് നല്ല സുഖമുള്ള കൃഷിയല്ലേ കടുക്. അതിൻ്റെ ചപ്പ് ഒരു ഉപ്പേരി വെക്കാതെ കടുക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കടുക് കിട്ടും. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അല്ല, കടുകിന് എങ്ങനെയാ ഇവിടെ ആവശ്യക്കാരെങ്ങനെയാ? കടുക് അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് കടുക് ആക്കി കൊടുക്കുകയാണോ? കടുക് ഇല്ല, ചപ്പ് കടുകിൻ്റെ ചപ്പാന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ. അതാരും കേൾക്കാത്തൊരു സംഭവമാണ് കടുകിൻ്റെ ചപ്പ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? കടുക് ചപ്പ്. കടുക് ചപ്പ് അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അത് ബെസ്റ്റാണ്. ഉപയോഗിക്കാത്തവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതിനൊരു ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. ഭയങ്കര സുഖമുള്ള സാധനമാണ്. കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യം. കണ്ണ് പണ്ടുള്ള കർമ്മന്മാർ പറയുന്നത് അങ്ങനെ, കണ്ണിനൊക്കെ നല്ല ബെസ്റ്റാണെന്ന് പറയും കടുക് ചപ്പ്. അപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഒരു കൃഷിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? എന്ന് വെച്ചാൽ കടുക് ചപ്പ് ഉപയോഗിക്കാൻ പറ്റും, പിണ്ണാക്കും അതുപോലെ ചാണകവും വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ശരിയായ കൃഷി. ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ എവിടുന്ന് പഠിച്ചത്? നമ്മൾ സ്വയം ചെയ്ത് പഠിക്കുന്നില്ലേ. ഓരോ വട്ടം കൃഷി ചെയ്യുമ്പോൾ ഓരോ ചെയ്ത് നമ്മൾ പഠിക്കും. നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് അതിൻ്റെതായ വഴിക്ക് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചു വരും. അതുപോലെ മറ്റെന്ത് കൃഷികളൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമ്മൾ ചേമ്പുണ്ട്, കാബേജ് ഉണ്ട്, വഴുതിനിയുണ്ട്, മുളകുണ്ട്, പച്ചമുളകുണ്ട്. ആയി വരുന്നുള്ളൂ, ഇത്തിരി താമസമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിൽ പലതും പൊന്തി വന്നിട്ടുണ്ട്. ചോളം അടക്കം അതായിരിക്കും. ചോളം അടക്കം ഉണ്ട് ഇവിടെ. ചോളമുണ്ട്. ഇപ്പം ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ തൈകളുണ്ട്, എല്ലായിടത്തും മണ്ണിളക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോരോ സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇതിൻ്റെ ഒരു സീക്രട്ട്? നമ്മൾ ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ പല സാധനം നട്ട് ഒന്നിച്ച് നട്ടിട്ട് കാര്യമല്ലോ. അപ്പോൾ ഈ ചീര പോകുമ്പോഴത്തേന് അടുത്തത് എന്ത് ചെയ്യണം, സെറ്റാക്കി വരുത്തണം. അത് പോകുമ്പോഴത്തേന് ഇതിനകത്ത് നടണം. അതിനാണ് ഇത് മൊത്തം കളച്ചിളക്കി ഇട്ടേക്കുന്നത്. അത് ഒന്നിച്ച് ചെയ്തിട്ടാൽ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും. അതെ, ഒറ്റ വെള്ളമെടുപ്പല്ല, നമുക്കിപ്പോൾ കടയിലേക്കും കൂടി ആവശ്യത്തിന് വിൽപ്പനയും കൂടി നടക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കൂടുതലായിട്ട് വേണം. നമുക്കിപ്പോൾ ഓരോ ദിവസം ആവശ്യക്കാരനുസരിച്ച് നമ്മൾ അപ്പം പറിച്ചു കൊടുക്കും. അതാണ് എൻ്റെ കണ്ടീഷൻ. അതെങ്ങനെ ഈ തോട്ടത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മുകളിൽ ഇതായിട്ട് വന്നു ഫ്രഷ് ആയിട്ടൊരു ചീര വേണമെന്ന് പറഞ്ഞാൽ എന്താ അപ്പം മുറിച്ച് കൊടുക്കും. അപ്പം അവരെയും കൂട്ടി വന്നിട്ട് അവർ ഒപ്പം വരും, ഇവിടുന്ന് വെട്ടി കൊടുക്കും. പിടിക്ക് 30 രൂപയുള്ളൂ. 30 രൂപയുള്ളൂ ഒരു പിടി. സിമ്പിൾ. അതിൽ കൂടുതലും ഉണ്ടാവും. തൂക്കലില്ല. അത് ചേട്ടൻ്റെ വക കുറച്ചുണ്ടാവും, അതുണ്ടാവും, എക്സ്ട്രാ ഉണ്ടാവും. നമ്മൾ പച്ചക്കറി കടയിൽ ഒന്നും പോയാൽ അത് കിട്ടില്ല. അതാണ് അതിൻ്റെ കണ്ടീഷൻ അല്ലേ? അത്രയൊക്കെ മതി. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ വെള്ളവും കാര്യങ്ങളും അതേപോലെ നനയും
അങ്ങനെയുണ്ടല്ലോ, നനയൊക്കെ ആണല്ലോ നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത. കൃഷി ചെയ്യുമ്പോൾ നന ഇല്ലാണ്ട് പറ്റില്ല. എന്നാൽ അതേപോലെ നമ്മളിപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നമുക്ക് മഴ കിട്ടണം. ഇപ്പം മഴ കിട്ടാറില്ല, ചിലപ്പോൾ നല്ല മഴയായിരിക്കും. ഇടക്കോരോ മഴ കിട്ടുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ മോട്ടർ വെച്ച് നനയ്ക്കും. അങ്ങനെ അങ്ങോട്ട് നീക്കിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ആ ചേട്ടാ, ഈ ഒരു നമ്മളെപ്പോഴും എന്നും കൃഷിയാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെ ഈ ഒരു നമ്മൾ രാവിലെ വരുമോ കൃഷിയിടത്തിലേക്ക്? എങ്ങനെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെ ഇവിടെ ചിലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ? നമ്മൾ ഈ കൃഷിയും കടയുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ സാധനം അവിടെ വിൽക്കലും ഇതുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ആവശ്യക്കാരെയും കൂട്ടി വരും. അപ്പോൾ രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ നമ്മൾ 6 മണീൻ്റെ മുന്നേ വയലെത്തും. 9-9:30 വരെ ഇതിൻ്റെ എല്ലാ പരിപാടിയും നടത്തും. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വെട്ടി വിൽപ്പന തുടങ്ങും. 6 മണിയാകുമ്പോൾ നിർത്തി ഒരു ദിവസത്തെ ഒരു 10-11 മണിക്ക് നമ്മൾ തുടങ്ങും. 6 മണിയോടുകൂടി എന്ത് ചെയ്തു, പരിപാടി കഴിഞ്ഞു. അതാണ് നമ്മളെ ഇത്. വേറെ ഇതിലേക്കൊന്നും പോണ്ട, നമ്മളെ കൃഷി നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഇടനിലക്കാരും കാര്യങ്ങളൊന്നുമില്ല. ഈ ശരിക്കും പച്ചക്കറി കൃഷിയിലൊക്കെ ഇടനിലക്കാരാണ് പൈസയും കൊണ്ടുപോകുക. ഇവിടെ അതല്ല. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കും. അവർ ഇച്ചിരി അധികം തരണം കേട്ടോ, നല്ല 10 രൂപ കുറവാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് നഷ്ടമില്ല, നമ്മൾ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നി നമ്മളെ കൊടുത്തേക്കും. പിന്നെ വളത്തിന് ഈ ജൈവവളമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചെലവ് വരുന്നില്ല. അതാണ് എൻ്റെ കാര്യം. പക്ഷെ ആവശ്യക്കാർ കൂടുതൽ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കെല്ലാം ഇവിടെ 100-150 പിടി ചീര പോകും ദിവസം, ഡെയിലി പോകുന്നത്. ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി പയർ ഇപ്പോൾ വിളവെടുപ്പിനായിട്ടുണ്ട് അല്ലേ? പയറെടുത്ത് തുടങ്ങി, 2 ആഴ്ചയായിട്ട് എടുത്ത് തുടങ്ങി. ആ പയറാണ് നമ്മളിപ്പോൾ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പച്ചക്കറികളിൽ പ്രത്യേക ഇനങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ, ഈ കാണുന്നതൊക്കെ തന്നെ. നമുക്ക് ഇതിൻ്റെ അപ്പോൾ വിത്തൊക്കെയോ? വിത്ത് നമ്മളിവിടെ പോയി നഴ്സറി പോയി മേടിക്കും. ചീരയാണെങ്കിലും എന്തായാലും നഴ്സറി പോയിട്ട്. ഈ വിത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നാല് ചീര ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് എന്നോട് പച്ചക്കറി മേടിച്ചു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണെന്ന്? തൃശ്ശൂരാന്ന് പറഞ്ഞു. അപ്പം മണ്ടുരുത്തിയിൽ നിന്ന് വിത്ത് കിട്ടുമെന്ന് ചോദിച്ചു. അയാൾ കുറിയറായിട്ട് എനിക്ക് അയച്ചു തന്നു. ആ വിത്താണ്. അതെ. ഇപ്പോഴും ആ ചേട്ടായി വിളിക്കലുണ്ട്. അതായത് ബന്ധങ്ങളാണ് ഇതിലൂടെ കൃഷി ചെയ്യുമ്പോൾ ബന്ധങ്ങളാണ് കൂടുതൽ വളരുന്നത് അല്ലേ? ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു മാഹി എന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട്. അതാണ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കസ്റ്റമർ വരും, മേടിക്കും, പോവും. അവർ പിന്നെ വരുമ്പോൾ വിളിക്കും, നമ്മളെ നമ്പർ മേടിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കും. അങ്ങനെ നീങ്ങി പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ചാനലിൽ കൂടെ ചേട്ടൻ്റെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കും. എല്ലാവരും വിളിച്ച് ഇവിടെ വന്നിട്ട് ചീര വാങ്ങട്ടെ. ചീരയല്ല, എല്ലാ പച്ചക്കറികളും. അത് ഗുണമേന്മയുള്ള വിഷരഹിതമായിട്ട്, വിഷമില്ലാത്ത, വിശ്വസിച്ച് വാങ്ങി കഴിക്കാം. നമ്മളെ നാടൻ മുട്ട കഴിക്കും പോലെ നമുക്ക് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാം, അതാണ് അതിന്റെ പോളിസി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര അത് കവിഞ്ഞൊന്നും നമുക്ക് പറയാനില്ല. അല്ല, അതാണ് അതിന്റെ ഒറ്റ ഗുണമേന്മേന്റെ ഒറ്റ കാര്യതേ പറയാനുള്ളൂ. വിശ്വസിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജനാർദ്ദനേട്ടൻ്റെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അത് കുറഞ്ഞ വാക്കുകളിലൂടെ. വലിയ കർഷകരെ പറയുന്ന പോലെ ഭയങ്കര ക്ലാസ് എടുക്കാനൊന്നും ജനാർദ്ദനേട്ടന് അറിയില്ല. പുള്ളി പച്ചയായ കാര്യങ്ങൾ, ആ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നു, അത് പറഞ്ഞു തരുന്നു. അതേപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ആളുകളിലേക്ക് എത്തിക്കുന്നു. അത് തന്നെ വലിയ കാര്യം. ഈ ഒരു കാലത്ത് നമുക്ക് പല രോഗങ്ങൾ ഈ പച്ചക്കറികളിലൂടെയാണ് വരുന്നത്. ആ ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു വിഷരഹിതമായ പച്ചക്കറികൾ ആളുകളിലേക്ക് വിഷം കൊടുക്കൂല. അത് നിർബന്ധമാണ്. അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇത് കൊണ്ട് കഴിക്കുന്ന അധികവും പ്രായമായവർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ ആണ് ഈ ചീര കൊണ്ടുപോകുന്നത്. അതെ, അവർക്ക് വിഷം കൊടുത്തിട്ട് നമുക്ക് വേണ്ട. അതാണ് എൻ്റെ കണ്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പോയിന്റ്. വിഷം കൊടുക്കൂല. അതാണ്. അപ്പോൾ എന്തായാലും ജനാർദ്ദനേട്ടൻ ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയും, കൊണ്ടൊരു 3 പ്രാവശ്യം കഴുകണം, എന്നാലേ അത് കഴിക്കാം. എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അതിനുള്ള പ്രതിവിധിയുണ്ട്. പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ, അല്ലാണ്ട് കൊടുക്കൂല. അപ്പോൾ ജനാർദ്ദനേട്ടൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലുത്. നമുക്ക് ഭയങ്കര വലിയ കർഷകരും ഭയങ്കര ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലൊരു മനുഷ്യനെ എവിടെയും കാണാൻ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും പാടവും പറമ്പിലൂടെ പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് നല്ലൊരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്താൻ സാധിച്ചത്. അപ്പോൾ പാടവും പറമ്പും എപ്പിസോഡ്, ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം. ഓക്കെ.